ഹൈ ഓൾ 2 മീറ്റർ ഫാബ്രിക്കിൽ ഒരു പ്ലീറ്റഡ് ഡിസൈനർ നൈറ്റി ആണ് ഇന്നെൻ്റെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാതെ ഫോൾഡ് ചെയ്തും നിങ്ങൾക്ക് ഇടുന്നതാണ്. അതായത് ഹൈറ്റുള്ള ആളാണെങ്കിൽ ഫോൾഡ് ചെയ്തിടണം കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും. അതുപോലെ ഫ്രണ്ടിൻ്റെ എക്സ്ട്രാ പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 35 ഇഞ്ചസ് ഫ്ലെയർ വരുന്ന രീതിയിൽ. ബാക്ക് കട്ട് ചെയ്തിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 51 ഇഞ്ചസ് വിത്ത് സീം ഫുള്ള് ലെങ്ത്ത് വരുന്ന ആളാണിത്. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടില്ല, 51 ഇഞ്ചസ് കിട്ടില്ല. അത് നമ്മൾ പിന്നീട് ചെയ്തെടുക്കും. ബാക്ക് ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ എത്ര ഹൈറ്റുള്ള ആണെങ്കിലും ഫുൾ ലെങ്ത്ത് ബാക്കിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ലെഫ്റ്റ് ഓവർ പീസ്. 35 ഇഞ്ച് ഫ്ലെയർ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ സാധാരണ നൈറ്റി തയ്ക്കുന്നത് പോലെ, പ്ലീറ്റഡ് നൈറ്റ് തയ്ക്കുന്നത് പോലെ യോക്ക് പോർഷൻ നമ്മൾ നെക്കും ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്, ഹൈറ്റ് അനുസരിച്ച്, നമുക്ക് മെഷർമെൻ്റ് അനുസരിച്ച് 3.5 4.5 അങ്ങനെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഒക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ 2 ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കോർണർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാധാരണ നമ്മളൊരു പ്ലീറ്റഡ് നൈറ്റി തയ്ക്കുന്നത് പോലെ എല്ലാ കട്ടിങ്ങും ഇവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. യോക്ക് പോർഷൻ കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന ആ ഒരു പീസ് ഓഫ് ക്ലോത്തിൽ നിന്നാണ് സ്ലീവ്സ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഷോൾഡർ ടു പിറ്റ് 10 ഇഞ്ചസും 3.5 ക്യാപ്പുമായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ആ എൻഡ് കട്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് അനുസരിച്ച് 9 ഇഞ്ചസാണ് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതാ കണ്ടോളൂ, ഇവിടെ 4 പീസസ് ഇങ്ങനെ ഫോൾഡിങ് ഇല്ലാതെയാണ് കേട്ടോ സ്ലീവ്സ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എൻഡിൽ ഒരു ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കേർവ് ഷേപ്പ് കൊടുത്ത് അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫോൾഡിങ് ഇല്ലാതെയാണ് കേട്ടോ സ്ലീവ്സ്. നെക്കൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഫിനിഷ് ചെയ്തെടുക്കുക. സ്ലീവ്സ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു പോർഷൻ 4 പീസസ് ക്ലോത്ത് ഉണ്ട് സ്ലീവ്സിൽ. അതിലൊരു പോർഷൻ ബയാസ് ടേപ്പ് വെച്ച് പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതായത് ഫ്രണ്ടിൽ റെഡും ബാക്കിൽ ബ്ലാക്കും വരുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ, ഇപ്പോൾ ബ്ലാക്കും റെഡും പൈപ്പിംഗ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ബ്ലാക്ക് കൊണ്ട് ഒരു പോർഷനും റെഡ് കൊണ്ട് ഒരു പോർഷനും ചെയ്ത് എടുത്തിട്ടുണ്ട്. ദാ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് അത് രണ്ടും ചേർത്ത് വെച്ച് ഓവർലാപ്പ് ചെയ്ത് ജസ്റ്റ് ആ പൈപ്പിങ്ങിൻ്റെ ഏരിയയിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ആ ഒരു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡാണ് ഇഷ്ടമെങ്കിൽ റെഡ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. രണ്ടും സെയിം കളർ ക്ലോത്ത് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഡബിൾ കളർ യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടിൽ തികയാതെ വന്ന ഒരു പോർഷൻ ഉണ്ടല്ലേ, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് ഓവർ വന്ന പീസിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കൃത്യമായ അളവനുസരിച്ച് എത്രയാണോ ബാലൻസ് വേണ്ടത് അത്രയും ആവശ്യമുള്ള രണ്ടോ, ഹൈറ്റ് അനുസരിച്ച് ചിലർക്ക് 3 പീസ് വേണ്ടി വരും. ഇതിപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് 2 പീസ് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇഷ്ടമുള്ള പോലെ അതും നമുക്ക് ചെയ്യാം. കാരണം ഒരു പീസ് ഷോർട്ടും ഒരു പീസ് അല്പം ലോങ്ങും അങ്ങനെ എടുക്കാം. 2 ഈക്വൽ പീസസായിട്ട് അങ്ങനെയും എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബാക്കി വരുന്നത് 2 ഈക്വൽ
പോർഷൻ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് 2 പീസ് എക്സ്ട്രാ ഫിറ്റിംഗ് ഇങ്ങനെ വരും. ആ ഫ്രണ്ട് പീസിൻ്റെ കൂടെ 2 പീസ് എക്സ്ട്രാ അടിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനു വേണ്ടി ആവശ്യമായ ക്ലോത്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് 2 പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ സ്ട്രെയിറ്റ് ഫ്ലവേഴ്സ് ആണല്ലോ. അപ്പോൾ അഡീഷണൽ എടുത്തിരിക്കുന്ന ക്ലോത്ത്സിൽ ഒരു ഫ്ലവർ ഹെഡ് ലെഫ്റ്റിലോട്ടും ഒരു ഫ്ലവർ ഹെഡ് റൈറ്റിലോട്ടും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെഡ് ക്ലോത്ത് വെച്ചിട്ടും ഒന്ന് ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ടുമാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൈപ്പിംഗ് ചെയ്യാനായിട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ പൈപ്പിംഗ് വെച്ച് മറിച്ച് വെച്ച് നമ്മൾ ബാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? അങ്ങനെ വെച്ച് ആ പൈപ്പിംഗ് ഹെഡ് ഉള്ളിൽ പോകാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തിരിച്ച് വെച്ച് പതിച്ചടിച്ചും കൊടുക്കുന്നുണ്ട്. രണ്ട് പൈപ്പിംഗ് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് വരിക. ഫ്ലവർ ഹെഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? ടൈനി ബോക്സ് പ്ലീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ, പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. യോക്കിൽ തിൻ പൈപ്പിംഗ് ആണ് പ്ലാക്കറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്, റെഡ് കളറിൻ്റെ. നമ്മളുടെ സ്ലീവ്സ് ഓവർലാപ്പ് ചെയ്യുന്ന സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ. ഒരു സൈഡിൽ ബ്ലാക്ക് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിലും ഒരു സൈഡിൽ റെഡ് ഔട്ടറിൽ വരുന്ന വിധത്തിൽ ചെയ്താലും ഭംഗിയാണ്. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു ഫോർ ലൈക്കിംഗ്, sharing and watching. Have a nice day.